السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മസാജിദുഹ, അത് മസ്ജിദുകളാണ് എന്ന്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കോപമുള്ള ഏറ്റവും വെറുപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് അസ്വാഖുഹ, അങ്ങാടികളാണ് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, മസ്ജിദുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാനും അതുപോലെ തന്നെ അവൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അടിമ അവൻ സലീമായ ഹൃദയമുള്ളവനായിത്തീരും. ഒരാൾ മസ്ജിദിൽ വരികയാണെങ്കിൽ അയാൾക്ക് വൃത്തികേടുകൾ കാണിക്കാനോ അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ ചെയ്യാനോ എന്നുള്ള അവസരങ്ങൾ മസ്ജിദുകളില്ല. സ്വാഭാവികമായിട്ടും അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ ഓർക്കാനും അല്ലാഹു തആലയുടെ ദീൻ കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ കാരണമായി തീരുന്ന സ്ഥലങ്ങളാണ് പള്ളികൾ എന്ന് പറയുന്നത്. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞത്, വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അസ്വാഖുഹ, അത് അങ്ങാടികളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങാടിയിലേക്ക് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരിക എന്നുള്ളത് കുറവായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ച്, ഈ രൂപത്തിൽ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഓർമ്മകളിൽ നിന്നും ഒരു മനുഷ്യൻ ഗഫ്ലത്തിലായി പോകുന്ന, അശ്രദ്ധയിലായി പോകുന്ന ഇടങ്ങളാണ് അങ്ങാടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങളായിക്കൊണ്ട് അത് അങ്ങാടികളാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയത്. ചതിയും അതുപോലെ തന്നെ വഞ്ചനയും പലിശയും കള്ളസത്യങ്ങളും എല്ലാം നടക്കുന്നത് എവിടെയാണ്? അങ്ങാടികളിലായിരിക്കും. അപ്പോൾ കൂടുതൽ തിന്മകൾ ചെയ്യാൻ സാധ്യതയുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അത് അങ്ങാടികളാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങളായി അങ്ങാടികൾ മാറിയത്. നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം, മസ്ജിദുകളുമായി എല്ലായ്പ്പോഴും ഒരു കണക്ഷൻ, ഒരു താല്ലുക്ക്, ഒരു ബന്ധം നമ്മൾ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കണം. അത് നിർബന്ധമായും 5 നേരം നമ്മൾ എന്തായാലും മസ്ജിദിൽ എത്തിക്കൊണ്ട് തന്നെ, പുരുഷന്മാർ എന്നുള്ള നിലക്ക് മസ്ജിദുകളിൽ എത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലും പാലിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് നമുക്ക് ഓരോരുത്തർക്കും പള്ളിയുമായിട്ടുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് പള്ളിയുമായി ബന്ധമുള്ള ആളുകൾ എന്നാണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന്റെ സമയം നോക്കി എപ്പോഴാണ് അതിനു വേണ്ടി തർത്തീബ് ചെയ്യുന്ന ആ രൂപത്തിലുള്ള ആളുകളാണ്, പള്ളിയുമായി ബന്ധമുള്ള ആളുകളാണ് നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ടൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അങ്ങാടിയിലേക്ക് നമ്മുടെ കച്ചവടം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമ്മളുടെ ഹാജാത്തുകൾക്കല്ലാതെ, നമ്മളുടെ ആവശ്യങ്ങൾക്കല്ലാതെ വെറുതെ അങ്ങാടിയിൽ പോയിട്ടിരിക്കുക, സൊറ പറഞ്ഞിരിക്കുക, ഈ രൂപത്തിൽ എന്ത് ചെയ്യരുത്? നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യൽ അനുവദനീയമായ കാര്യമല്ല എന്നുകൂടെ മനസ്സിലാക്കുക. അത് നമ്മുടെ ഈമാനിനെയും മറ്റുമൊക്കെ സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.